നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്തെത്തുകയാണ്. നഗരസഭാ ഭരണം ആദ്യമായി BJPക്ക് ലഭിച്ച ശേഷം എത്തുന്ന പ്രധാനമന്ത്രി വികസന രേഖ സ്വീകരിക്കും. കേരളത്തിലുള്ള പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി ഇവിടെ എത്തി നിർവഹിക്കുന്നതാണ്. കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് എന്ന് വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശം BJP പ്രവർത്തകരിൽ നിറയ്ക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുന്നത്. നഗരസഭാ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുമെന്ന് BJP നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നതാണ്. മേയറായി VV രാജേഷ് അധികാരമേറ്റ 27-ാം ദിനം മോദി വരികയാണ്. BJPയെ ജനം ഭരണമേൽപ്പിച്ചാൽ കേന്ദ്രഭരണം ഒപ്പമുണ്ടാകുമെന്ന സന്ദേശം നൽകാനാണ് ഈ വരവ്. ചരിത്രത്തിലാദ്യമായി BJPയുടെ മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. പ്രചാരണ കാലത്തെല്ലാം പറയുമായിരുന്നു, ഒരു പ്രധാനമന്ത്രി എത്തുമ്പോൾ BJPയുടെ മേയർ തന്നെ സ്വീകരിക്കാനുണ്ടാവുന്നത് ആ ഒരു സ്വപ്ന മുഹൂർത്തം അല്ലേ? തീർച്ചയായും കേരളത്തിലെ നല്ല രാജ്യത്ത് തന്നെ നൂറുകണക്കിന് BJP പ്രവർത്തകർക്ക് അഭിമാന മുഹൂർത്തമാണിത്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ്റെ വികസന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കുവാൻ എത്തുകയാണ്. തിരുവനന്തപുരം നഗരമധ്യത്തിലെ പുത്തരിക്കണ്ടം മൈതാനത്താണ് BJPയുടെ പൊതുസമ്മേളന വേദി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് തിരികൊളുത്താൻ ഓവർബ്രിഡ്ജിൽ നിന്ന് പുത്തരിക്കണ്ടത്തേക്ക് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ BJP ഭരണത്തിൽ എങ്ങനെ മാറുമെന്ന ബ്ലൂ പ്രിന്റ് മേയർ VV രാജേഷ് പ്രധാനമന്ത്രിക്ക് കൈമാറും. ഇൻഡോർ മാതൃകയുള്ള മാലിന്യ സംസ്കരണം, നമാമി ഗംഗ പോലുള്ള നദീ സംരക്ഷണം, വെള്ളക്കെട്ടില്ലാതാക്കാൻ സൂറത്ത് മാതൃക, തെരുവ് നായ നിയന്ത്രണത്തിന് ABC വ്യാപിപ്പിക്കൽ, തിരുവനന്തപുരത്തിൻ്റെതായ മാതൃകയിൽ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയുടെ കയ്യിലെത്തും. ഇതിലൊക്കെ തന്നെ നിലനിർത്താൻ പറ്റുന്നതൊക്കെ നിലനിർത്തണം. കാരണം നമ്മൾ കുറേ പണം മുടക്കിപ്പോയില്ലേ. അതിൽ ഇപ്പോഴുള്ള സിസ്റ്റം ഏതൊക്കെ നമുക്ക് അതിനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ അതിനെയൊക്കെ തന്നെ അങ്ങനെ തന്നെ കൊണ്ടുപോകണം. കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് പ്രയത്നിക്കുന്നതിനാൽ സംസ്ഥാനത്തിനുള്ള 4 പുതിയ ട്രെയിനുകൾ ഈ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അതിൽ 3 എണ്ണം അമൃത് ഭാരത് ട്രെയിനുകളാണ്. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിന് അനുവദിച്ചത്. ഒപ്പം ഗുരുവായൂർ തൃശൂർ പാസഞ്ചറും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രധാനമന്ത്രിയുടെ പാർട്ടി പരിപാടിയുടെ ഭാഗമായ സന്ദർശനത്തിൽ തന്നെ റെയിൽവേയുടെ പരിപാടിയും വെച്ചത് കേരളത്തിന്റെ വികസന കാര്യത്തിൽ കേന്ദ്രം ഒപ്പമുണ്ടാകുമെന്ന രാഷ്ട്രീയ സന്ദേശം നൽകാൻ കൂടിയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.